ഹായ് ഗായ്സ്. അപ്പം ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ 1-ാം തീയതി ആയിട്ട് പള്ളിയിൽ പോക്കുണ്ടല്ലോ. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാനായിട്ട് ഞാൻ രാവിലെ നേരത്തെ എന്നിട്ട് ഒരുങ്ങി ഇങ്ങോട്ട് കാറിൽ കയറി. ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് പോവാം. എന്ന് വെച്ചാൽ അവിടെ വീട്ടിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ശബ്ദം ക്ലിയർ ആവില്ല. അവിടുത്തെ ശബ്ദം ഇതൊക്കെ കൂടി മിക്സ്ഡായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഓർത്ത് തന്നത്. പിന്നെ കാറിൽ കയറി ഇരുന്ന് എടുക്കാം. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കാറിലൊക്കെ കയറി എടുക്കണത്. സോ അത് മാത്രമല്ല, കാർ ഇപ്പോൾ ഷെഡിൽ നിർത്തിയേക്കുന്നത് കൊണ്ട് കുറച്ച് ഡാർക്കായിട്ടൊക്കെ ഇരിക്കുന്നത്, എന്നാലും കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഡിസംബർ 1-ാം തീയതി ആയിട്ട് എങ്ങനെ പോകണു അപ്പോൾ ഒന്നെല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് 2024 വാസ് റിയലി വേസ്റ്റ് ഇയർ. ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വർഷമായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി വരുന്ന 2025 ആയാലും ഒരു അടിപൊളി ഒരു പുതിയൊരു തുടക്കമാവട്ടെ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ എനിക്ക്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? 2023 ആണോ 2024 ആണോ ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വർഷം പോയൊരു പോക്കല്ലേ. എത്ര പെട്ടെന്ന് വർഷം പോയത് എനിക്കറിഞ്ഞൂടെ. ഞാനിപ്പോൾ എയ്ത്ത് ഇത്രയും പെട്ടെന്ന് തീരാറായി. ഇപ്പോൾ ഇതാണ്ട് എയ്ത്ത് തീർന്നിട്ടില്ല കേട്ടോ. ഡിസംബർ 9th ആകുമ്പോഴത്തേക്കും എയ്ത്തിൻ്റെ മറ്റേ നമ്മുടെ ക്രിസ്മസ് എക്സാം തന്നെ. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് അടുത്ത ആനുവൽ എക്സാം, എന്നിട്ട് 9th സത്യം പറഞ്ഞാൽ ഗൈസ് വർഷം പെട്ടെന്ന് പോയ പോക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇന്നലെ ഇന്നുമായിട്ടാണ് ഞാൻ 8th കയറിയത്, ഷഫിൾ ചെയ്ത് 8th കയറിയത് എന്നുള്ളൊരു ഓർമ്മയിലാണ്. കാരണം 7th പഠിച്ചപ്പോഴത്തേക്കും 7th ഭയങ്കര അടിപൊളിയായിരുന്നു 7th. അതുകൊണ്ടാണ് ഞാൻ 2023 അടിപൊളിയായിരുന്നു പറയാൻ കാരണം. എൻ്റെ ലൈഫിൽ, എൻ്റെ സ്കൂൾ ലൈഫിൽ വെച്ച് നോക്കണം, എനിക്ക് സ്കൂൾ ലൈഫ് തീർന്നിട്ടില്ല, ഇതാണ് തുടക്കം. അപ്പോൾ സ്കൂൾ ലൈഫിൽ വെച്ച് നോക്കണമെങ്കിൽ 7th എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഇയർ ആയിരുന്നു. പക്ഷെ 7th പെട്ടെന്ന് ഷഫിൾ ചെയ്ത് 8th ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഷഫിൾ ചെയ്ത് 8th പറഞ്ഞു വിട്ട് കുറേ ബോണ്ടുകളൊക്കെ, അങ്ങനെ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്സൊക്കെ പോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു വേസ്റ്റ് ഇയർ ആയിരുന്നു. അത് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി എ വേസ്റ്റ് ഇയർ ഫോർ മീ. മേ ബി എൻ്റെ കുറച്ച് അവസ്ഥയായിരിക്കാം, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി എന്തായാലും ഒരു മാസം കൂടി നമ്മുടെ മുമ്പിൽ. ഈ ഒരു മാസം എന്തായാലും പെട്ടെന്ന് പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചാൻസസ് കുറവാണ്. ഇപ്പം എന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു. പക്ഷെ വർഷം പെട്ടെന്ന് പോയിട്ടോ. 2024 സ്പീഡിലങ്ങ് പോയി, ചടപടാന്ന് ഇങ്ങനെ പോയി. അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക, ഇന്ന് രാവിലെ എന്നിട്ട് നാളെ രാവിലെ ആയി. അങ്ങനെയാണ്. അതായത് ദിവസം ആയിക്കോട്ടെ വർഷം ആയിക്കോട്ടെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു ചറവറ. മിനിഞ്ഞാന്നായിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞൊരു ഓർമ്മയിലാണ് ഞാനിരിക്കണം. പക്ഷെ ഇതാണ്ടേ ഡിസംബർ 1 പിന്നെ ഒരു വർഷം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025. അപ്പം അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പോകണു നമ്മപ്പോൾ. ഇതാണ് വർഷം. ഈ വർഷം ഭയങ്കര സ്പീഡായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ കുറേ വട്ടം റിപ്പീറ്റേഷൻ അടിക്കുന്നുണ്ട്. 2023 ഭയങ്കര സ്ലോ ആയിരുന്നു. 2023 വാസ് റിയലി ബ്ലെസ്ഡ് ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഇയർ ആയിരുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് 2023 കിട്ടിയ, ഞാൻ പ്രതീക്ഷിക്കാത്ത പലതും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. കുറേ ഫ്രണ്ട്സിനെ കിട്ടി, നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടി, കുറേ ആൾക്കാരെ കണ്ടുമുട്ടി, കുറേ പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങൾ കിട്ടി, പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, കുറേ സ്ഥലത്ത് പോകാൻ പറ്റി. അങ്ങനെ റിയലി എനിക്ക് തോന്നുന്നു 2023 ആണ് എൻ്റെ ലൈഫിൽ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർഷം. നമ്മൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് വലിയ പക്വതയൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ചിന്ന കുട്ടികൾ. എത്ര പറയാനുള്ളൂ, എന്ത് പറയാനാ, അങ്ങനെയൊക്കെ പോകണം. അപ്പം അവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ ഫാമിലിയൊക്കെ എങ്ങനെ പോകണം? തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയണത് നിങ്ങൾക്ക് കേൾക്കണുണ്ടാവും അറിഞ്ഞൂടാ. തൊണ്ടയാണെങ്കിൽ ഒട്ടും വയ്യ ഗൈസ്. തൊണ്ടയ്ക്ക് ശബ്ദമൊക്കെ പോയിരിക്കണേ, അടിച്ചു പോയി, അത്ര തന്നെ. അമ്മ ഇന്നലെ പറയാനുണ്ടായിരുന്നു നാളെ 31-ാം തീയതി അല്ലേ. ഞാൻ 31. മമ്മി പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോണിലെടുത്ത് കാലണ്ടർ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 31-ാം തീയതി അല്ല 1-ാം തീയതി മാറിപ്പോയി. 31 അപ്പം ഇല്ല. എനിക്ക് തോന്നുന്നു നവംബർ 30 വരെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നപ്പോൾ നവംബർ പോയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. നവംബറിലേക്ക് ഞാൻ കയറിയതോ അല്ലെങ്കിൽ നവംബർ 1 പോലും എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് ഇങ്ങനെ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. 2025 എങ്ങനെയായിത്തീരും, എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് മേ ബി ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇയർ. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് വേസ്റ്റ് ഇയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ബ്ലെസ്ഡ് ഇയർ ആയിരിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും നേരം ഇട്ട് മുകളിൽ നിന്ന് ആൾക്കാർ ഇതുവരെ ഒരുങ്ങി കെട്ടി വന്നിട്ടില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കാറിൽ കിടന്നിരിക്കണേന്. സത്യം പറഞ്ഞാൽ കാറ് പോലും ഓടിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ കാർ ഓടിക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോയേനെ. നമ്മ ഓടിച്ച് പിന്നെ വേറെ വല്ലതും പണി ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്തു.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പം നിങ്ങളുടെ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി? ഈ ഒരു വർഷം എങ്ങനെയായിരുന്നു? എന്തൊക്കെ സർപ്രൈസ് കിട്ടി? അതൊക്കെ ഒന്ന് പറയുക. ഇപ്പം തന്നെ 5 മിനിറ്റായി. ഞാൻ ആദ്യം ഷോർട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷെ ഷോർട്ട് എടുത്താലും തന്നെ അത്രയ്ക്ക് എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റില്ല, 1 മിനിറ്റ് ഷോർട്ട് ആയതുകൊണ്ട്. പിന്നെ 2 മിനിറ്റ് ഷോർട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്കത് 2 മിനിറ്റാക്കി ഇടാൻ പറ്റണില്ല, 1 മിനിറ്റ് ആയിട്ട് മാത്രമേ ഇടാൻ പറ്റണുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അവരൊക്കെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും അടിപൊളി വർഷമായിട്ട് തീരട്ടെ 2025 ഒക്കെ. ഇനി അപ്പോൾ ഡിസംബറും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർഷം കഴിഞ്ഞു. അപ്പം ഇനി നെക്സ്റ്റ് പുതിയൊരു ഇയറിലേക്ക് നമ്മൾ പ്രവേശിക്കും 2025. ഇനി അപ്പോൾ 2025 ഒരു അടിപൊളി ഒരു ഫാബുലസ് ഇയർ ആയിട്ട് മാറട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ 2025 ആണ്. സോ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ 2025. എന്തായാലും ഈ ഒരു ഡിസംബറും കൂടി എത്രയും പെട്ടെന്ന് പോട്ടെ. എന്തായാലും ഇത്ര ആയില്ലേ, ഈ ഒരു മാസം കൂടി പെട്ടെന്ന് പോയി 2025 നമുക്ക് സന്തോഷപൂർവ്വം പ്രവേശിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ.